ഇന്ന് ഉദയപൂരിലൂടെയുള്ള യാത്രയിലാണ്. രാജസ്ഥാനിലെ ഉദയപൂർ. ഇവിടെ മക്രാന മാർബിളിൻ്റെ ഒത്തിരി ശേഖരമുള്ള നല്ല ഗുണനിലവാരത്തിലുള്ള ദീർഘനാളത്തെ ഉപയോഗത്തിനൊക്കെ പ്രസിദ്ധമായ, അതുപോലെ താജ്മഹൽ പോലുള്ള സ്മാരകങ്ങൾ പണിയുന്നതിനൊക്കെ ഇവിടെ നിന്ന് ധാരാളം മാർബിളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ ഉദയപൂരിൽ നമ്മൾ തടിമില്ലുകളിലൊക്കെ ചെല്ലുന്നത് പോലെ മാർബിളുകൾ വലിയ പാറകൾ കൊണ്ടുവന്ന് പല രൂപത്തിൽ കട്ടിങ്സുകളാക്കി അട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലാളികൾ, വിദഗ്ധരായ തൊഴിലാളികൾ, അതായത് ശില്പികൾ എന്നെല്ലാം പറയേണ്ട ഒരു ഹാൻഡ് കാർവിംഗ് നടത്തുന്നുണ്ട്. പണ്ടെല്ലാം ഇത് കൈകൊണ്ട് ഇരുന്നതാണ്. ഇന്നത് മെഷീനറി കൊണ്ട് ആണ് ഇപ്പോൾ ഈ പണികളൊക്കെ നടത്തുന്നത്. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആർട്ടും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ പല സൂക്ഷ്മ ശില്പങ്ങളും വ്യക്തിഗത ശില്പങ്ങളും ഡിസൈനുകളെല്ലാം തന്നെ ഈ കാണുന്നത് പോലെ ഇവിടെ നിർമ്മിക്കുന്നു. ഈ പില്ലറുകൾ, പല രീതിയിലുള്ള പില്ലറുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി നിർമ്മിതികളുള്ള ഒരു പ്രദേശമാണ്. ഇവിടുത്തെ മാർബിളെല്ലാം വളരെ പ്രശസ്തമാണ്. ഗ്രീൻ മാർബിൾ, അതായത് പച്ച തവിട്ട് പോളിഷ് ഫിനിഷോട് കൂടിയ ഒരു വ്യത്യസ്ത ഇനം മാർബിളൊക്കെ ഈ ഭാഗത്ത് ധാരാളം കണ്ടിരുന്നു. അതുപോലെ വൈറ്റ് മാർബിൾ, ഈ കാണുന്നത് ഒരു ചെങ്കല്ല് കളറുള്ള മാർബിളാണ്. ഇതിലാണ് ഇവിടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. അലങ്കാര വസ്തുക്കളായ പ്രതിമകൾ, ഫൗണ്ടനുകൾ, അതുപോലെ തന്നെ പൂക്കൾ വയ്ക്കാനുള്ള ബേസനുകൾ, ചെടിച്ചട്ടികൾ, ടേബിൾ ടോപ്പുകൾ, ദേവതാ വിഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം. ഇതാണ് ഇത് അറക്കുന്ന മില്ല്. നമ്മൾ തടിയൊക്കെ അറക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ കാർവ് ചെയ്യുന്നുണ്ട്. ഈ മെഷീനറിയിൽ കാർവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയും അതിനുള്ള ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു അത്ഭുതം തന്നെയാണ്. ഇതുകൊണ്ട് പല നിർമ്മിതികളുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നുണ്ട്. മാർബിൾ കൊണ്ട് ടേബിൾ, അതുപോലെ തന്നെ കൗണ്ടറിൻ്റെ ടോപ്പുകൾ, സിങ്കുകൾ, അങ്ങനെ ഒത്തിരി നിർമ്മിതികളാണ് ഈ പ്രദേശത്തെല്ലാം നടക്കുന്നത്. ഇത് റോഡിന് ഒരു സൈഡ്, അപ്പുറ സൈഡും കിലോമീറ്ററുകളോളം ഇതുപോലെയുള്ള ഫാക്ടറികളാണ്. ഇവിടെ ഉദയപൂരിന് ചുറ്റുമുള്ള മാർബിൾ ക്വാറികൾ വളരെയധികം പ്രശസ്തമാണ്. ഉയർന്ന ഗുണനിലവാരത്തിലുള്ളതും വൈവിധ്യങ്ങളും, അതുപോലെ തലമുറകളായി ഇവിടെ ഇത് പ്രവർത്തിക്കുന്ന, ഈ ശില്പകലയിലൊക്കെ പ്രവർത്തിക്കുന്ന, ഇതൊക്കെ നിർമ്മിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഇവിടെ ഹാൻഡ് കാർവിങ്ങിന് പ്രഗത്ഭരായ ശില്പികൾ സങ്കീർണമായ പല രൂപങ്ങളും ആകൃതികളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. നമുക്കെല്ലാം അത് കാണാം. അവിടെ അവരുടെ ഒരു അനുവാദം മേടിച്ചാൽ മതി. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ പണിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പണിക്കാർക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അവർ വീഡിയോ കളക്കാൻ സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ ഹിന്ദിയും അവരുടെ ഹിന്ദിയും തമ്മിൽ ഒരു ചെറിയ ആശയക്കുഴപ്പവുമുണ്ട്. ഇതാണ് ഞാൻ പോയ കാനു സ്റ്റോൺ ആർട്ടിക്കിൾസ്. ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്. ഈ ഉദയപൂർ പോകുന്ന NHന് സൈഡിൽ ധാരാളം ഇതുപോലുള്ള മാർബിൾ കൊണ്ടുണ്ടാക്കുന്ന നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ഒത്തിരി മാർബിൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ അവിടെ തടിമില്ലുകളൊക്കെ കാണുന്നത് പോലെ തന്നെ റോഡിന് ഇരുവശവും രണ്ട് സൈഡിലും ഇതുപോലെ ധാരാളം നമുക്ക് കാണാം. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ ഇവിടെയൊക്കെ ഈ വഴിയിൽ ധാരാളമുണ്ട്. ഇതിലെല്ലാം ഓരോ നമ്മുടെ രാഷ്ട്രശില്പിയുടെ തൊട്ട് എല്ലാവരുടെയും, നെഹ്റു അങ്ങനെയുള്ള മഹാത്മാരായിട്ടുള്ളവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന വിഗ്രഹങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ഇവിടെ നിന്ന് ധാരാളം മാർബിൾ കയറിപ്പോകുന്ന ഒരു പ്രദേശം കൂടി ഉണ്ടാകും. പ്രതിമകൾ ഉണ്ടാക്കുന്നതിന്, ഫ്ലോറിങ്ങിന്, അങ്ങനെ മാർബിൾ ബിസിനസിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇങ്ങനത്തെ നിർമ്മാണത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണിത്. അങ്ങനെ ഈ കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ ട്രാക്ടറുകളിൽ ഇത് മുഴുവൻ ചെങ്കല്ല്, ചൂള വെച്ചിട്ടുള്ള വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകളും വന്ന് കിടപ്പുണ്ട്. പിന്നെ ഈ മാർബിളിൻ്റെ കട്ടിങ്സുകളെല്ലാം, ബാലൻസുകൾ
ചുമര് കെട്ടാനും മതിൽ കെട്ടാനും പറ്റിയ രീതിയിൽ കട്ട് ചെയ്ത് അതും ഇവിടെ ബിസിനസ്സിന് ഓരോ ട്രാക്ടറിൽ കയറി പോകുന്നുണ്ട്. എല്ലാം കൊണ്ടൊരു ബിസിനസ് കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.